സഖാവിനെ കാണണമെന്ന് പറഞ്ഞു. ആ ഇരിക്കൂ. സുകുമാരന്റെ ശവസംസ്കാരത്തിന് എന്തോ എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല. പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുഗു. എന്നിട്ടും എന്തായിരുന്നു അവനെ കൊല്ലാൻ കാരണം? നീ പറയില്ല, എനിക്കറിയാം. പഠിച്ചിരുന്ന കാലത്തെ നിന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായും MYFയുടെ സംസ്ഥാന സെക്രട്ടറിയായി നിനക്കുണ്ടായ വളർച്ചയിൽ ചെറിയൊരു പങ്ക് എനിക്കുണ്ട്. പക്ഷേ അന്ന് നിന്നെ എതിർത്തവരുടെ കൂടെയാണ് നീ ഇപ്പോ. അവരുടെ പ്രേരണയ്ക്കൊത്താണ് നീ പ്രവർത്തിക്കുന്നതും. സഖാവ് തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. സുകുമാരന്റെ കാര്യത്തിൽ എനിക്കൊരു ഗ്രൂപ്പിന്റെയോ ലോബിയുടെയോ പ്രേരണ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ സുകുമാരൻ ഒറ്റക്കൊടുത്ത് കൊലപ്പെടുത്തിയ നമ്മുടെ സഖാക്കളിൽ നിന്നാണ്. ചളിയിലും വെള്ളത്തിലും പൂണ്ടുകിടന്ന ജ്യേഷ്ഠാനുജന്മാരുടെ മൃതശരീരം കൊല്ലപ്പെട്ട സുഗുണന്റെയും ചന്ദ്രന്റെയും കൂടെ സംഭവ ദിവസം സുഗു കാറിൽ കയറി പോകുന്നത് കണ്ടവരുണ്ട്. അന്നേ ഞങ്ങൾക്ക് സുഗുവിന് സംശയം ഉണ്ടായിരുന്നു സുഗു അവരെ കൊണ്ടുപോയി കൊല്ലിച്ചാണെന്ന്. പിന്നീട് രഹസ്യമായിട്ട് അവനെ പിന്തുടർന്നപ്പോൾ BSSകാരുടെയും നരേന്ദ്രൻ കോൺട്രാക്ടറുടെയും ഗ്രൂപ്പുമായിട്ട് അവന് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അതിനിടയ്ക്ക് കൊലക്കുറ്റത്തിന് ജയിലിൽ പോയ നരേന്ദ്രൻ കോൺട്രാക്ടർ ആളുകളെ ജയിലിൽ നിന്ന് ഇറങ്ങി. സുഗു അവരോടൊപ്പം നിൽക്കുന്നത് യാദൃശികമായി വിശ്വം കണ്ടു. അവർ തമ്മിൽ ഏറ്റുമുട്ടി. ഞാൻ അവിടെ എത്തിയതുകൊണ്ടാണ് വിശ്വം രക്ഷപ്പെട്ടത്. ആ നിലയ്ക്ക് സുഗുവിനെ ശിക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. വ്യക്തിപരമായ ഉദ്ദേശം വെച്ചൊന്നുമല്ല, പാർട്ടിയെ ക്രൂരമായി വഞ്ചിച്ചത്. പിന്നെ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞതിന്റെ പ്രധാന കാര്യം മറ്റൊന്നാണ്. നമ്മുടെ പത്രത്തിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് CGയുടെ പേരാണല്ലോ നിർദ്ദേശിച്ചിരുന്നത്. ആ വിവരം അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമല്ലേ? നേരിട്ടൊന്ന് സംസാരിച്ചു നോക്ക്. എവിടെയായിരുന്നു താൻ? കുറച്ചു ദിവസം ആയല്ലോ കണ്ടിട്ട്. വാ വാ ഇരിക്ക്. താൻ ഇവിടുന്ന് 2 പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒക്ടോബർ പാസ് ഒരു കുറിപ്പ്, ജേക്കബ് ദരിതയുടെ ഹിസ്റ്ററി ഓഫ് ലൈഫ്. ഞാനിവിടുന്ന് തനിക്കല്ലാതെ മറ്റാർക്കും പുസ്തകങ്ങൾ കൊടുക്കാറില്ല. ഞാൻ വന്നത് CGയെ പാർട്ടി പത്രത്തിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗമാകാൻ ക്ഷണിച്ചിരുന്നല്ലോ. പത്രത്തിന്റെ നടത്തിപ്പിൽ ഒരു അഡ്വൈസറാകാൻ കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അതേപ്പറ്റി ഒന്നും പറയണ്ട. ചേരിപ്പോരും തമ്മിത്തല്ലും നടത്തുന്നവർക്കിടയിൽ എന്നെ ക്രൂശിക്കാൻ നോക്കണ്ട. CG ഉദ്ദേശിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു ഉണ്ടടോ. പുറമേ കാണുന്നില്ലെങ്കിലും പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പലരും എന്നെ ഫോൺ ചെയ്യാറുണ്ട്. ചിലരൊക്കെ നേരിട്ട് വന്നും പറഞ്ഞു. പാർട്ടിയുടെ തകർച്ചയിലേക്കുള്ള വഴിയാണ് ഞാനിപ്പോൾ കാണുന്നത്. മുമ്പ് 48-ലും 49-ലും സംഭവിച്ച ഉൾപ്പാട്ടി സമരം പോലെ. അന്ന് പക്ഷേ സ്റ്റാലിൻ ഉണ്ടായിരുന്നു. 2 ഫ്രാക്ഷനിലും പെട്ടവരെ മോസ്കോയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം രമ്യതയിലാക്കി വിട്ടു. പക്ഷേ 62-ലെ സംഭവങ്ങൾ പാർട്ടിയെ ശരിക്കും പടർത്തിയില്ലേ? അത് തന്നെയാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇല്ല CG, അങ്ങനെ സംഭവിക്കില്ല. മുമ്പ് നടന്ന ഉൾപാർട്ടി സമരങ്ങൾ ആശയപരമായിരുന്നു. അടവുകൾ പ്രയോഗിക്കുന്ന രീതിയെപ്പറ്റി. ഇവിടെ അങ്ങനെ നയസമീപനത്തെപ്പറ്റി ഒരു തർക്കവുമില്ല. നേതാക്കന്മാർക്കിടയിലുള്ള ചില്ലറ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നേതൃത്വം മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തിനീ കിഴവന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്നു? കിഴവന്മാർക്ക് പരിചയവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ മാറ്റുന്നതിന് പ്രായമാവുന്ന ആരുടെയും കുറ്റമല്ലല്ലോ. ശിവദാസൻ, എന്റെ തന്നെ പ്രതിരൂപമാണ് ഞാൻ നിങ്ങൾ കാണുന്നത്. പഠിപ്പ് ഒഴിപ്പിക്കാനാവാതെ കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട്, കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒറ്റപ്പെട്ട്, പാർട്ടിക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതം. അതായിരുന്നു ഞാൻ. നിന്റെ പ്രായത്തിൽ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വിജയാഘോഷങ്ങൾ പലതവണ നേരിൽ കണ്ടവനാണ് ഞാൻ. റെഡ് സ്ക്വയറിൽ നടന്ന പടുകൂറ്റൻ പരേഡുകൾ, അതെല്ലാം തകർന്നില്ലേ? പക്ഷേ അതിൽ കൂടുതൽ ഇവിടെ ഞാൻ കൂടി അംഗമായ പാർട്ടിയിലെ ഭിന്നതയാണ് എന്നെ വേദനിപ്പിക്കുന്നത്. CG ആവശ്യമില്ലാതെ സംശയിക്കുകയാണ്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. Do you think so? No, I believe it. എടി സാറാ ഇങ്ങ് വാടി. പല തവണ ആളെ വിട്ടിട്ട് നീ മോളെ അയച്ചില്ല. നിന്റെ കള്ളച്ചാരായ വിൽപ്പനയ്ക്ക് തള്ളയും മോളെയും തൂക്കിക്കൊണ്ടു അറിയാഞ്ഞിട്ടല്ല, അടിച്ചതിന്റെ എല്ലിയാ ഓടിക്കും. ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് മോളെ വിട്ടോ. വിടോ. എവിടെ പോയിട്ട് വരുന്നെല്ലാരും കൂടെ? വെള്ളെടുക്കാൻ പോയിട്ട് വരാ പള്ളിക്കണത്തിന്ന്. ഇനി അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല, വറ്റി. ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് കാണുന്നില്ലേ സഖാവേ? നിങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരി, അതിനൊക്കെ ഒരു വഴി ഉണ്ടാക്കാം. എങ്കിൽ പുണ്യം കിട്ടും സഖാവേ. ശരി, സഖാവിനോട് പറഞ്ഞല്ല, സമാധാനം. ഇപ്പൊ എനിക്കൊരാശ്വാസം. സഖാവേ, എന്താ സാർ ചേട്ടത്തി? ആ ഇൻസ്പെക്ടർ തങ്കച്ചൻ പലതവണ വന്നു ഉപദ്രവിക്കാൻ. എന്റെ മോളെ അയാൾക്ക് വേണമെന്ന്. എന്റെ കെട്ടിയും ചത്തേ പിന്നെ കഷ്ടപ്പെട്ട ഞാനും എന്റെ മോൾ ഇവിടെ കഴിയുന്നത്. ഒരു ചീത്തപ്പേര് കേൾപ്പിക്കാതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ എന്റെ മോളെ കെട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാ കാലമാണ് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കൂടി അങ്ങനെ ഒന്ന് പേടിപ്പിച്ചു. പെണ്ണിനെ അയച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടിനെ പിടിച്ചേട്ടി കൊണ്ടുപോകുമെന്ന്.
മറ്റൊരാളോട് എനിക്ക് പറയാനില്ല. ഞങ്ങളെ രക്ഷിക്കണം സഖാവേ. സാറേ എന്താണോ സാറേ, ഞാൻ ആ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പെണ്ണോ? ഏത് പെണ്ണ്? അത്ര പെട്ടെന്ന് മറന്നുപോയോ? നമ്മുടെ സാറച്ചേട്ടത്തിന്റെ മോളില്ലേ അമ്മിണി, ഒരു രാത്രിക്ക് സാർ ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞില്ലേ? ഒരു രാത്രി ആക്കണ്ട സാറേ, ആയിക്കോ ആയിക്കോ. ഓക്കറിത്തരം പറയാതെ ഇറങ്ങി പോടോ. ശോഭിക്കാതെ സാറേ, ഞാൻ ഇപ്പൊ വിളിക്കാം. ഇതേ നാണിച്ച് നിൽക്കാൻ ഞാൻ അകത്തെ കയറി പാടി. നമ്മുടെ സാറല്ലേ, അവക്ക് ഭയങ്കര നാണം. ഇവിടെ ഒരു രാത്രി ഞാൻ സാറിന് വിട്ടുതരാം. പകരം ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും സാറിന് ഭാര്യയോ മകളോ പെങ്ങളോ ആരെയെങ്കിലും ഒരു രാത്രി എനിക്കും വിട്ടു തരണം. എന്താ? പിന്നെ നീ എന്ത് കരുതാ പൊട്ടി? പോലീസാണെന്ന് കരുതി തുറയിലുള്ള പെണ്ണുങ്ങളുടെ മുഴുവൻ ഇവന് തുണി അടിച്ചിട്ട് കൊടുക്കണോ? പന്ന കഴിവണ്ട മോനെ. ശിവദാസ, എന്റെ കുടുംബത്തിന് മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത്, നാണം കെടുത്തരുത്. ഓഹോ, നാടോ എന്ന് പറയുന്ന സാധനം തനിക്ക് ഉണ്ടോ? മറ്റുള്ളവർക്കും കുടുംബം ഉണ്ടെന്ന് താൻ ഓർക്കണം. മേലിൽ ഇത് ആവർത്തിച്ചാണ്ടല്ലോ അരിഞ്ഞുകളെ ഞാൻ. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന ആളാ സ്റ്റാലിൻ ശിവദാസ്. അങ്ങേര് അരിഞ്ഞുകളയെന്ന് പറഞ്ഞാൽ അരിഞ്ഞുകളയും. പിന്നെ ഇതില്ലാതെ നടക്കേണ്ടി വരുന്ന ഗതിയുടെ അറിയാലോ. മനോജ്, ഒരു കാര്യത്തിലും നമ്മുടെ സമുദായക്കാർ തമ്മിൽ യോജിക്കില്ല, പരസ്പരം സഹായിക്കില്ല. നിങ്ങളുടെ പത്രം കേരള ഭൂമിയും വ്യത്യസ്തമല്ല. കോട്ടയം പത്രം സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർ പൊക്കും. ചീഫ് മിനിസ്റ്ററെ മുതൽ പ്രൈം മിനിസ്റ്ററെ വരെ നോമിനേറ്റ് ചെയ്യുന്നത് അവരല്ലേ? ഇനി അവരുടെ സംഘടന നോക്കൂ, മലയോര കർഷക പാർട്ടി. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് അവർ തന്നെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തമാശ തോന്നും. എന്നാൽ സത്യമതല്ലേ? തെറ്റിപ്പിരിയുന്ന ഈ ബീജങ്ങൾ ഒറ്റയ്ക്ക് കിളിർത്തു വരുമ്പോൾ ഓരോന്നിനും ഓരോ മന്ത്രിയെ കിട്ടുന്നില്ലേ? എണ്ണത്തിൽ അവരുടെ 10 ഇരട്ടിയായ നമ്മൾക്കോ? മനോജ്, ഇപ്പോ ഭരണകക്ഷിയായ ഐക്യജനാധിപത്യക്കാർക്കിടയിൽ ഐക്യമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ, ഇടതുപക്ഷക്കാർക്കൊരു വാക്ക് ഓവറായിരിക്കും. അവിടെ അനന്തര മുഖ്യമന്ത്രിയാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് അദ്ദേഹം നിന്നു തരുമോ സ്വാമി? പുന്നപ്ര വയലാർ സമരവീര്യമുള്ള സഖാവ് അതിന് വഴിപ്പെടുമെന്ന് തോന്നുന്നില്ല. ശ്രമിച്ചു നോക്കാം. നരേന്ദ്രൻ കോൺട്രാക്ടർ ഇക്കാര്യത്തിൽ നമ്മോടൊപ്പമുണ്ട്. എന്തു ചെയ്യാനും എത്ര പണം ചെലവഴിക്കാനും തയ്യാറായിട്ടു തന്നെ. ഞാൻ പറഞ്ഞോളാം, നീ വയ്ക്കും. ശരി സഖാവേ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. നീ എന്തിനാ പഠിക്കുന്നത്? പൊന്നു സഖാവേ, അരുത്. ഈ തുറയിലൊരു പെണ്ണും തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കരുത്. ഇല്ല, അമ്മിണിയെ ഞാൻ കെട്ടും. കെട്ടണം. ഒരു പെണ്ണിനെ ചീത്തയാക്കിയിട്ട് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ അപ്പനും അമ്മയും എതിർക്കുന്നതുകൊണ്ടാ. ആരെതിർത്താലും ഞാൻ കെട്ടിച്ചു തരും. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ തമ്മിലുള്ള ഈ ഇടപാട് വേണ്ട.